ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ലൈല. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് വിശ്വാക് സെണ്ണ്, അഭിമന്യു സിംഗ്, അബിലു അണ്ണാച്ചി, പിന്നെ അകൻഷ ശർമ്മ, ഇതായതാണ് എനിക്ക് അറിഞ്ഞോട്ടെ, എന്നിവരാണ്. പടം ഡയറക്റ്റ് രാം നാരായണൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മ്യൂസിക് ചെയ്തത് ആരാന്ന് അറിഞ്ഞോടാ, സോറി. അതൊക്കെയൊന്നും എനിക്ക് ഈ പടത്തെക്കുറിച്ച് അറിഞ്ഞോടാ എന്നാണ് ഉദ്ദേശിച്ചത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഒരു ശാഖപ്പടം. പടത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, റെമോ സിനിമയിലടി റെമോ സിനിമയെന്ന് പാതിയും ബിഗില് സിനിമയെന്ന് പാതിയും അടിച്ചു മാറ്റിയാൽ ഈ പടമായി. എന്നടാ പണി വെച്ചിരിക്ക. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കാര്യമില്ലാതെ എന്തിനോ തിളപ്പിക്കുന്ന രസം പോലെ ഏക്കി വെച്ചിട്ടുണ്ട് ഇമാരി. എൻ്റെ പൊന്നടവ്, എൻ്റെ പൊന്ന് വിശ്വാസെണ്ണ ഇങ്ങനത്തെ പടമൊന്നും അഭിനയിക്കല്ലേ. ദസ്കഥമിക്ക് പോലത്തെ ഒരു പടം ഇനി വരില്ല എന്ന് വിചാരിച്ച സമയത്ത് ഇങ്ങനത്തെ ഒരു പടം കാണിക്കുന്ന ഞാൻ സ്വപ്നത്തെ വിചാരിച്ചല്ല കേട്ടെ. എന്നാലും എൻ്റെ അണ്ണ വേണ്ടായിരുന്നു, വല്ലാത്ത ചതിയായിപ്പോയിട്ടത്. ഇത് ഫാൻസ് കണ്ടിട്ട് എന്താണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ. ഇത് ഞാൻ പ്രൈമിലാണ് കണ്ടത്. എനിക്ക് എങ്ങനെ ഇരുന്ന് കാണാൻ തോന്നി, എനിക്ക് പകുതി വെച്ചൊന്ന് മാറ്റാൻ തോന്നിയതാണ്. പക്ഷെ എന്തെങ്കിലും സെക്കൻഡ് ഹാഫിലെങ്കിലും മര്യാദയ്ക്ക് ആവുമെന്ന് ചോദിച്ചപ്പോൾ അതും പോയി. അഭിമന്യു സിംഗ് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്, എന്തൊക്കെയാണെന്ന് അതിന് മനസ്സിലാവണമില്ല. അതങ്ങനത്തെ ഒരിത് നടാ പണി വെച്ചിരിക്ക. പിന്നെ പാട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ ഒരുപാട് ഗ്ലാമർ സീൻസൊക്കെ ഉണ്ട്. അത് എന്തിനാണ് ഇവിടെ വെച്ച് പടത്തിൽ ഒരു ആവശ്യമില്ലാത്തൊരു സീൻ. കോമഡി കേൾക്കാൻ പോലും കൊള്ളൂല. ഗ്ലാമർ സീൻസൊക്കെ ഉണ്ട്. അത് എന്തിനാണ് ഈ പടത്തിൻ്റെ സ്റ്റോറി ബന്ധപ്പെടുത്തിയിട്ടാണ് അത് ചെയ്തിരിക്കണത് എനിക്കറിയാം. പക്ഷേ അതിനാവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. മീൻസ് ഈ പടത്തിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ബിഗിലും റെമോ എന്നാണ് റെമോ 50%, ബിഗിൽ നിന്ന് 50% എടുത്തിട്ടുണ്ട് ഇവർ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും കൂടി കുത്തിപ്പൊഴിച്ചാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജാണ് വരുന്നതെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടത്തിൽ വരുമ്പോൾ അതിന് എന്തിനാ ഗ്ലാമർ സീൻസൊക്കെ? അത് ആരുടെ വല്ല എഡിറ്ററാണോ ഇതൊക്കെ പ്ലാൻ ചെയ്യണത്? എനിക്ക് അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കണേണ്. എൻ്റെ പ്രൊഡ്യൂസറെ വല്ലതും കയ്യിലും കിട്ടി ഞാനൊന്നും ചെയ്യൂല. പക്ഷേ വിശ്വാക് സെൻ ഫാൻസ് കയറി തരും. കാരണം അങ്ങനത്തെ അത്യാവശ്യം നല്ല പടങ്ങളാണ് ഇതിനിടയ്ക്കൊക്കെ ഇറങ്ങിയത്. കാരണം ഒരു ദസ്കഥമിക്ക് കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ 2 പടം കണ്ടിട്ടുള്ളൂ. അത് രണ്ടും നല്ല പടമായിരുന്നു കേട്ടോ. അത് 100% പറയണം. ഗാൻസ് ഓഫ് ഗോദാവരിയും പിന്നെ മെക്കാനിക് റോക്കിക്ക് തിയേറ്ററിൽ കണ്ടതാണ്. ഗാൻസ് ഓഫ് ഗോദാവരി OTTയിലാണ് കാണുന്നത്, ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്താണ് കണ്ടത്. അപ്പോൾ അത് രണ്ടും നല്ല പടമായിരുന്നു. അപ്പോൾ അതിന് ശേഷം വരുന്ന സിനിമ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായതാണ് പടം പൊട്ടുന്നു. പിന്നെ പടം പൊട്ടും. പിന്നെ ഹൈപ്പ് ഞാൻ കുറച്ച്, എനിക്ക് ഒട്ടും ഹൈപ്പ് ഉണ്ടായിരുന്നില്ല സിനിമയിൽ. എനിക്കറിയായിരുന്നു ഇതെന്തോ റെമോ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ ഇതിൽ ബിഗിലും കൂടി കയറ്റൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ബിഗിലും കൂടി ഉണ്ട്. എന്തിനാണ് അണ്ണാച്ചി ഇങ്ങനത്തെ പടമൊക്കെ ചെയ്യണത്? നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റോറി അല്ല ഒന്ന്. പിന്നെ കോമഡി ഗ്ലാമർ സീൻസൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. എന്തിന്? ആര് ചോദിച്ച്? ഒരു കാര്യമില്ല. ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതിനും ഈ പടത്തിനൊരു ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ബന്ധമുള്ളതായിട്ട് ഫീൽ ചെയ്യണ പോലും ഇല്ല. പിന്നെ ബബുലുവേട്ടനൊക്കെ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്തിനെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇരുന്ന് ഷോ കാണിക്കാനായിട്ടാണ് ഫീൽ ചെയ്യണം. പിന്നെ ഇതിപ്പോൾ ഞാൻ വിചാരിച്ചത് സിക്കന്ദറാണ് ഏറ്റവും നല്ല പോസ്റ്റ് മൂവി എന്നാണ് ഈ വർഷം ഇറങ്ങിയതൊക്കെ. പക്ഷേ ഇത് ഈ വർഷം ഇറങ്ങിയതാണെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാരണം ഇത് ഈ വർഷം
എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസം പറഞ്ഞില്ല. ഈ വർഷം ഇറങ്ങിയ പടമെന്ന് എനിക്ക്, ഞാൻ വീണ്ടും എന്ന് പറയുകയാണ്, ഈ സിനിമ ഈ വർഷം ഇറങ്ങിയ സിനിമയാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് വിശ്വാസം പറഞ്ഞില്ല. ഞാൻ സംശയം വന്നിട്ട് ഗൂഗിൾ അടിച്ച് നോക്കി ഇത് ഏത് വർഷം ഇറങ്ങിയെന്ന്. നോക്കിയപ്പോൾ ഈ വർഷം ഇറങ്ങിയെന്ന് കാണിക്കണം. ഫെബ്രുവരി 14, 2025 എത്ര കറക്റ്റ് വാലന്റൈൻസ് ഡേ ഇടായിരുന്നു. എടേ ഞാൻ ആ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നോട് എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് അതങ്ങനെ അതെന്തിട്ടോട്ടെ. ഈ പടം കണ്ടവന്മാരുണ്ടെങ്കിൽ വല്ല അഭിപ്രായം പറയടേ. എനിക്ക് സത്യം പറഞ്ഞ ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ സിക്കന്ദറിനെക്കാട്ടും ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഇതിലാട്ടും ബെറ്റർ ആയിരുന്നടേ എന്ന് പറയിപ്പിച്ചില്ലട. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരു പോസിറ്റീവ് പോലും ഇത് സ്പോയിലർ അലേർട്ടാണ്. പ്ലീസ് ചിലപ്പോൾ ഇതിൽ ഒരുപാട് തെറി വിളിച്ചു ഇത് ഫസ്റ്റ് ഒരുപാട് തെറിപ്പിക്കുന്ന സീൻസ് ഒരുപാടുണ്ട്. അതിനൊക്കെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പറയാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. ഇത് എനിക്ക് ഈ വർഷം ഞാൻ ഇപ്പോൾ കണ്ടതിൽ വെച്ച് എന്താ രണ്ട് പടം സോറി ഒന്നുകൂടി പറയാം. ഈ വർഷം കണ്ടതിൽ എനിക്ക് രണ്ട് പടങ്ങൾ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, 2 പടങ്ങൾ ആവറേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ള പടങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗെയിം ചേഞ്ചറും പിന്നെ നീക്കോ ആണ്. മീൻസ് നിരാക്ക് നടി എന്നൊക്കെ കോപം അതും. പിന്നെ ഫോസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള സിക്കന്ദർ ഈ സിനിമയാണ്. പിന്നെ ചില പിന്നെ ബാക്കിയുള്ള ഈ വർഷം ഇറങ്ങിയ പടങ്ങളിൽ ഞാൻ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സംക്രാന്തിക്കാണെങ്കിലും ദേവ സാബ് ആവറേജ് അത് മനസ്സിലാക്കുക. പിന്നെ റോബിൻ ഹുഡ് സാബ് ആവറേജ്. പിന്നെ എമ്പുരാൻ എനിക്ക് തീപ്പൊരിയായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഐഡൻറ്റിറ്റി അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കാണടേ, വീട്ടിലിരിക്കുന്നതൊക്കെ കാണ്. ഞാൻ പിന്നെ റോബിൻ ഹുഡ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, റിവ്യൂലെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല, എന്നാലും ഒന്ന് കണ്ടു നോക്ക് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം പക്ഷെ അത് കേരളത്തിൽ ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനത് ഹൈദരാബാദിലൊക്കെ പോയിട്ടിരുന്ന് അവിടുത്തെ തിയേറ്ററിൽ പോയി കണ്ടത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ആരോ മുട കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോയിൽ. അപ്പം അയാളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും, എൻ്റെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും എന്ന് ഞാൻ പറയാനേ ഉള്ളൂ. എന്തെങ്കിലും ആയിട്ട് എനിക്ക് ഈ പടത്തിനെ കുറിച്ച് ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനുണ്ടോ അത് നമുക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ ഡെൽറ്റ റസ്കസ്.